ആക്ഷൻ. ചേട്ടാ ഒരു ചായ. ആലത്തൂരിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനിടയ്ക്ക് എന്താണ് ഒരു ചായ കൂടി എന്നല്ലേ? ഈ ചായയും ചായക്കടക്കാരനും അത്ര ചില്ലറക്കാരല്ല. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ തരംഗമായ കൊല്ലങ്കോട്ടെ ചെല്ലൻ ചേട്ടന്റെ ചായക്കടയിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഗ്രാമീണ വഴികളും പച്ചപ്പ് നിറഞ്ഞ മലനിരകളും നെൽവയലുകളും നാട്ടുമനുഷ്യരുമൊക്കെയുള്ള കാഴ്ചകളായി കൊല്ലങ്കോട് സോഷ്യൽ മീഡിയ ഹിറ്റാണ്. അപ്പോൾ ആലത്തൂർ മണ്ഡലത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള കൊല്ലങ്കോട് വന്ന് നമുക്ക് ഇവിടുത്തെ രാഷ്ട്രീയം ചോദിക്കാം. ആലത്തൂർ ആര് പിടിക്കുമെന്ന്. ആലത്തൂർ മണ്ഡലത്തിലെ രാഷ്ട്രീയം നമുക്ക് ചെല്ലൻ ചേട്ടന്റെ കടയിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്തേ? പിന്നെ ചെല്ലൻ ചേട്ടന്റെ കടയിലെ കടികളും ചായയും ഒക്കെ ഫേമസ് അല്ലേ? രാഷ്ട്രീയം കൂടി നമുക്ക് അറിയണ്ടേ? ചേട്ടാ ആർക്കാണ് വോട്ട് ചെയ്യാ? ശരിക്കും പറഞ്ഞാൽ രമ്യ ഹരിദാസ് ജയിച്ചു പോയതിന് ശേഷം ഒരക്ഷരം പാർലമെന്റിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് രമ്യ ഹരിദാസ് നിർത്തിയത് കൊണ്ട് ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, ഈ രാധാകൃഷ്ണൻ മന്ത്രി, അയാൾ നല്ല സ്ഥാനാർത്ഥിയാണ്. ബഹുഭൂരിപക്ഷത്തോടെ ജയിക്കുന്നതാണ് എല്ലാവരും പറയുന്നത്. ഇപ്പോൾ വന്യജീവിയൊക്കെ ഇവിടെ വന്ന് ഒരുപാട് നാശങ്ങളുണ്ടായി. ഒരക്ഷരം അവിടെ പാർലമെൻറ്റിൽ പറയാറില്ല. നമ്മളിവിടുന്ന് ജയിപ്പിച്ച് അയക്കുന്നത് പാർലമെൻറ്റിൽ നമുക്ക് ഈ മണ്ഡലത്തിലെ ആവശ്യങ്ങൾ പറയണ്ടേ. പറഞ്ഞാൽ പോരാ, വാങ്ങിക്കണ്ടേ. മോദിൻ്റെ അടുത്ത് വാങ്ങിക്കണ്ടേ. മോദിനെ കാണുമ്പോൾ പേടിച്ചാൽ കാര്യം നടക്കും. പിന്നെ ഒന്നാമത്തെ കാര്യം, കോൺഗ്രസിന് ജയിപ്പിച്ച് വിട്ടാൽ തന്നെ കോൺഗ്രസ് അവിടെ ഇരിക്കുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സംശയം. നേരം വെളുക്കുമ്പോഴേക്ക് രാത്രി കോൺഗ്രസ്സായി, നേരം വെളുക്കുക BJP ആയി. അങ്ങനെയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ജയിപ്പ്. അപ്പം ഈ അനുഭാവികൾക്ക് അടക്കം, കോൺഗ്രസിൻ്റെ അനുഭാവികൾക്കടക്കം കോൺഗ്രസിന് വോട്ട് ചെയ്യുക പേടിക്കുകയും ചെയ്യുന്നു. കാരണം ഇവർ എപ്പോൾ നാളെ BJPൻ്റെ അവിടേക്ക് പോകുമെന്നുള്ള പേടിയിലാണ് ഇപ്പം നിൽക്കുന്നത്. കേന്ദ്രത്തിന് ഞങ്ങൾക്ക് നല്ല എതിർപ്പാണ്. മോദി ചെയ്തതെല്ലാം തെറ്റാണ്. മുന്നോട്ട് നിരോധിച്ചതും പൗരത്വ നിയമം കൊണ്ടുവന്നതും ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നതൊക്കെ ഭയങ്കര കാശ്മീര അതിനെ എടുത്ത് മാറ്റിയതും ഇതൊക്കെ തെറ്റാണ്. ഇവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥി ആയിക്കോട്ടെ, ഇവിടെ നിൽക്കുന്ന രമ്യ ഹരിദാസ് പാട്ട് പാടാനല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും സംസാരിച്ചായിട്ടൊന്നും കാണില്ല. ആലത്തൂരിൽ ആർക്കായിരിക്കും വലിയൊരു വോട്ട് വിഹിതം സമാഹരിക്കാൻ പറ്റുക? നല്ല വ്യക്തി ആരാന്ന് കഴിഞ്ഞാൽ അവർ ജയിക്കും. മനസ്സറിഞ്ഞ ആൾക്കാർ വോട്ട് ചെയ്യും. നിങ്ങൾ ശരിക്കും വ്യക്തികളെ നോക്കിയിട്ടാണ്? ഞാൻ വ്യക്തികളെ നോക്കിയിട്ട് വോട്ട് ചെയ്യും. ഞാൻ 3 രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വോട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ എന്താ നോക്കുന്ന ഘടകം എന്തായിരിക്കും? പ്രധാന ഘടകം നല്ല വ്യക്തിത്വം, ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യുന്നു. അങ്ങനെ ആൾക്കാരെ സെലക്ട് ചെയ്യും, അവർക്ക് വോട്ട് ചെയ്യും. രമ്യ ഹരിദാസ് മണ്ഡലത്തിൽ നന്നായി പ്രവർത്തിച്ചോ? എല്ലാ മണ്ഡലത്തിലും എല്ലാ വാർഡുകളിലും എല്ലാ ബൂത്തുകളിലും എത്തിയിട്ട് ശ്രീയാണ്. അതിനെ തർക്കമൊന്നും വേണ്ട. അപ്പൊ അത് വന്നില്ല ഏതെന്ന് മറ്റുള്ള രാഷ്ട്രീയക്കാർക്ക് പറഞ്ഞല്ലേ പറ്റൂ. മറ്റുള്ള രാഷ്ട്രീയക്കാർക്ക് പറയണല്ലോ. വലിയ എതിരാളിയാണ് കെ രാധാകൃഷ്ണൻ അല്ലേ? ആള് നല്ല ആളാണ്, പക്ഷെ അതുകൊണ്ടൊന്നും നടക്കില്ല. കോൺഗ്രസ് തന്നെ കേരളത്തിൽ 19-20 സീറ്റും വരും. 20 സീറ്റും പിടിക്കുന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. ആലത്തൂർ മണ്ഡലത്തിൽ CPM ജയിക്കാൻ പാടില്ല, കോൺഗ്രസും ജയിക്കാൻ പാടില്ല. ഒന്നും ചെയ്തിട്ടില്ല അവിടെ. രമ്യ ഹരിദാസിനെ കണ്ടിട്ടേ ഇല്ല അവിടെ. അപ്പൊ BJPക്കാണോ വോട്ട്? BJP ജയിച്ചാല് മാറി ചെയ്യുന്നല്ലോ അത് ജനങ്ങള്. ഈ രണ്ട് പാർട്ടി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. മാറട്ടെ, ഒരു ഭരണം മാറി വരട്ടെ. ജനങ്ങളെ അത് മനസ്സിലാക്കണല്ലോ. ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. രമ്യ ഹരിദാസ് എന്ത് ചെയ്തിട്ടുണ്ട്? പക്ഷെ കേന്ദ്ര ഭരണത്തിനെതിരെ വലിയ വിമർശനങ്ങളില്ലേ? ഒരു കുഴപ്പമില്ല. കേന്ദ്രം എന്താ ഭരിച്ചുകൊണ്ടിരിക്കണ്ടല്ലോ. വീണ്ടും BJP തന്നെ വരുള്ളൂ. എല്ലാം പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? കൊല്ലങ്കോട് വന്നാൽ ചെല്ലൻ ചേട്ടന്റെ കടയിൽ മാത്രമല്ല കേട്ടോ രാഷ്ട്രീയം പറയുന്നത്. ഇനിയുണ്ട് ഇടങ്ങൾ, പോയി നോക്കാം. കൊല്ലങ്കോട്ടെ അയ്യപ്പേട്ടന്റെ കട. സോഷ്യൽ മീഡിയയിലും സിനിമയിലും ഒക്കെ ഹിറ്റായ അയ്യപ്പേട്ടന്റെ കട. ഓർമ്മയില്ലേ ഹൃദയം സിനിമയിൽ പ്രണവ് മോഹൻലാലും കല്യാണിയും കൂടി ബൺ പൊറോട്ടയും ബീഫും കഴിക്കുന്നത്? ആ അയ്യപ്പേട്ടന്റെ കടയിലാണ് എത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് അയ്യപ്പേട്ടനോട് കൂടി ഒന്ന് രാഷ്ട്രീയം ചോദിക്കാം. അയ്യപ്പച്ചേട്ടന്റെ കടയിലേക്ക് ഒരുപാട് പേര് വരുന്നതാണല്ലോ. അപ്പൊ പലരും രാഷ്ട്രീയം സംസാരിക്കുന്നൊക്കെ കേൾക്കുന്ന ഒരാളായിരിക്കും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആലത്തൂരിന്റെ ഒരു ട്രെൻഡ് എന്താ? ആലത്തൂരിന്റെ ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇടതുപക്ഷത്തിൻ്റെയാണ് കൂടുതലുള്ള ഇതിൽ LDFൻ്റെ ഇതിൽ വന്നിട്ട് അവരുടെ സ്ഥലങ്ങൾ കിടക്കുന്നതിൻ്റെതും ഈ കൂടുതൽ ഏരിയയിൽ വരുന്നതും LDFൻ്റെയാണ് സാധ്യതകൾ. സിനിമയിൽ വന്നൊരു കടയാണ്, അതുവഴി ഒരുപാട് പ്രേക്ഷകർ കാണുന്നു. അയ്യപ്പേട്ടന്റെ കടയിലേക്ക് ആളുകൾ ഒഴുകുന്നു. മാത്രമല്ല പുതിയ തലമുറയൊക്കെ സോഷ്യൽ മീഡിയയിലും അയ്യപ്പേട്ടന്റെ കടയെക്കുറിച്ച് പറയുന്നു, ഇവിടെ വരുന്നു, ഭക്ഷണം കഴിക്കുന്നു. ആ ഒരു അനുഭവം എങ്ങനെയാ? അത് നമ്മൾ ചെയ്ത പ്രവർത്തനയുടെ ഒരു ഗുണമായിട്ട് നല്ല രീതിയിൽ കാണുന്നുണ്ട്. അതിൽ എല്ലാ രാഷ്ട്രീയക്കാരും വരുന്നുണ്ട്, എല്ലാവരും വരുന്നതിലുണ്ട്. അതിൻ്റെ ഒരു നമുക്ക് വിനീത് ശ്രീനിവാസ് സാറ്
നമ്മൾ പിന്നെ ലോകപ്രശസ്തി എന്ന് പറയാം അതിലേക്ക് ഏൽപ്പിച്ചതിന് അദ്ദേഹത്തിനോട് നന്ദിയുണ്ട്. ഇപ്പോൾ അന്നത്തെ തുടങ്ങിയ തിരക്ക് ഇന്നുമുണ്ട്. അയ്യപ്പേട്ടന്റെ കടയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് കഴുത്തിൽ ഷാള് ധരിച്ച ഒരാളെ കാണുന്നത്. കത്തുന്ന ഈ പാലക്കാടൻ ചൂടിലും കഴുത്തിൽ ഷാളോ? ഓ, ഇത് വെറും ഷാളല്ല, തമിഴകത്തെ സാക്ഷാൽ സ്റ്റാലിൻ അവർകളുടെ DMK ഷാൾ. അതിർത്തി മണ്ഡലമായതിനാൽ ആലത്തൂരിൽ ഞങ്ങൾക്കും ചിലത് പറയാനുണ്ടെന്നായി കൊല്ലങ്കോട്ടെ DMK എന്ന് പറയുന്നതേ കേരളത്തിൽ വേര് പിടിച്ചിട്ടുണ്ടോ? തീർച്ചയായും DMK നമ്മുടെ കേരളത്തിൽ തന്നെ 14 ജില്ലകളിലും തന്നെ നമ്മൾ യൂണിറ്റ് ഇട്ട് ഇപ്പോൾ DMK പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ ഈ ഇലക്ഷന് മത്സരിപ്പിക്കുന്നില്ല സ്ഥാനാർത്ഥിയെ അല്ലേ? ഏതാ നിയമസഭാ ഇലക്ഷനും മത്സരിപ്പിക്കും? ഇനി വരുന്ന MLA ഇലക്ഷനും വാർഡ് ഇലക്ഷനിലും നിർത്തണം എന്നാണ് സ്റ്റാലിൻ സാറുടെ നിർദ്ദേശം. അണ്ണാ അരുവാലയത്തിൽ നിന്ന് അതാണ് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. ആലത്തൂരിൽ ഇപ്പൊ ആര് ജയിക്കുന്നാണ് നിങ്ങൾ കരുതുന്നത്? ആലത്തൂരിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചത് വന്നിട്ട് പോയ പ്രാവശ്യം രമ്യ ഹരിദാസ്. അപ്പോൾ അവർ തന്നെ വരുന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇനിയിപ്പോൾ രമ്യ ഹരിദാസ് അല്ല, ഇനിയിപ്പോൾ CPM വന്നാലും ഏതാണെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. BJP മാത്രം വരരുത്. എന്തുകൊണ്ടാണ് BJP വരരുതെന്ന് പറയുന്നത്? BJP വരരുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ BJPയുടെ ഭരണം നമ്മൾ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ BJP ഭരണത്തിൽ തന്നെയാണ് പശുവിൻ്റെ പേരിൽ മരണം, നോട്ട് നിരോധനത്തിൻ്റെ പേരിൽ മരണം, അതുപോലെ തന്നെ തുടർച്ചയായിട്ട് NRC പ്രശ്നം, അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും തന്നെ നമ്മൾ ജനങ്ങൾ നിരവധി അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഒരിക്കൽ കൂടി BJP വരരുത് എന്നുള്ളത് എൻ്റേതായ താല്പര്യം. നല്ല ചൂടുള്ള ചോദ്യങ്ങൾ നേതാക്കളോടും സ്ഥാനാർത്ഥികളോടും ചോദിക്കണം. ആ ചോദ്യങ്ങൾക്ക് നല്ല ഫയറായ ഉത്തരങ്ങളും കിട്ടണം. വെൽക്കം ടു റാപ്പിഡ് ഫയർ സെഗ്മെന്റ്. റാപ്പിഡ് ഫയറിൽ ഇനി ചേരുന്നത് ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ആണ്. നമുക്ക് ചോദിക്കാം. CPM-ലെ മുതിർന്നൊരു നേതാവും ഒരു മന്ത്രിയുമാണ് എതിർഭാഗത്ത് നിൽക്കുന്നത്. അപ്പോൾ ഇത്തവണ വിജയിക്കുമെന്നൊരു ആത്മവിശ്വാസം ഉണ്ടോ? 100%. കാരണം എൻ്റെ പ്രവർത്തകരും എൻ്റെ മുന്നണി പ്രവർത്തകരും എൻ്റെ ആലത്തൂരിലെ കുടുംബാംഗങ്ങളും ചേർന്ന് നിൽക്കുമ്പോൾ ഭയമേ ഇല്ല. വിജയം ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം ഏതാണെന്ന് പറയാ പറഞ്ഞ? ആലത്തൂർ പാർലമെന്റ് മണ്ഡലം. ഇഷ്ടമില്ലാത്തൊരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി എപ്പോഴെങ്കിലും പ്രചരണം നടത്തേണ്ടി വന്നിട്ടുണ്ടോ? ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ എപ്പോഴും ഞങ്ങളുടെ മനസ്സറിഞ്ഞ് പാർട്ടിയും മുന്നണിയും തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥികളാണ്. നേതാവായതിനാൽ ഇഷ്ടമില്ലാത്ത വേദികളിൽ ചെന്ന ആളുകളുടെ നിർബന്ധത്തിന് വഴങ്ങി പ്രസംഗിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാനൊരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകയാണ്. എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം നിറവേറ്റുക എന്നുള്ളതാണ് എന്നിലുള്ള കടമ. അതുകൊണ്ട് അത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നിർബന്ധത്തിന് വഴങ്ങി ഏതെങ്കിലും വേദികളിൽ പാട്ട് പാടേണ്ടി വന്നിട്ടുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഞാനത് ആസ്വദിച്ച് എൻ്റെ ജീവിതത്തിന്റെ ഭാഗമാണ് എൻ്റെ പാട്ട്. അതുകൊണ്ട് ഞാൻ അതിൽ അലിഞ്ഞു ചേർന്നാണ് പാടാറ്. ഗായിക കൂടി ആയതുകൊണ്ട് രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഗുണം ചെയ്തിട്ടുണ്ടെന്ന് തോന്നലുണ്ടോ? ഞാൻ അത്ര വലിയൊരു ഗായികയൊന്നുമല്ല. കാരണം എൻ്റെ മുൻപിൽ ഉണ്ടാകുന്ന എൻ്റെ അമ്മമാർ, എൻ്റെ കുടുംബാംഗങ്ങൾ പാട്ട് കേൾക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആ പാട്ട് പാടുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടോ? ഒരുപാട് തവണകൾ കേസുകളും കാര്യങ്ങളുമായിട്ട് പോയിട്ടുണ്ട്. പല ആളുകളും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇടതുപക്ഷമൊക്കെ കഴിഞ്ഞ കോവിഡിൻ്റെ ഘട്ടങ്ങളിൽ പോലും ജയിലിലൊന്ന് കിടത്താമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നിയമത്തിൻ്റെ മുൻപിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ അത്തരം കാര്യങ്ങളിലേക്കൊന്നും എത്തേണ്ട വന്നിട്ടില്ല. ലാത്തി ചാർജ് കൊണ്ടിട്ടുണ്ടാവും? ഉണ്ട്. കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിൻ്റെ വഴികളിലും വിദ്യാർത്ഥി യൂണിയനിൽ പ്രവർത്തിക്കുന്ന സമയങ്ങളിലും ഒരു ജനപ്രതിനിധിയായിരിക്കുമ്പോൾ ഇന്ത്യയുടെ പാർലമെൻറ്റിന് പുറത്തും അകത്തും നിരവധി തവണ പോലീസിൻ്റെ ആണെങ്കിലും അത് കേരള പോലീസ് ആണെങ്കിലും ഡൽഹി പോലീസ് ആണെങ്കിലും അത്തരം ലാത്തി ചാർജുകളുടെയൊക്കെ മുൻപന്തിയിൽ പാർട്ടിക്കും മുന്നണിക്കും വേണ്ടിയിട്ട് പോരാടുന്നതിനിടയിൽ സാഹചര്യമുണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും നേതാവിന്റെ കൂറുമാറ്റം വേദനിപ്പിച്ചിട്ടുണ്ടോ? കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു വലിയ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. കാരണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ഉദയം കൊണ്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആര് പോകുന്നു എന്നുള്ളതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ച് അതിനകത്ത് ഒരു ആശങ്കയുമില്ല. കാരണം ഇത് മതേതരത്വത്തിന് വേണ്ടി കാവൽ നിൽക്കുന്ന പ്രസ്ഥാനമാണ്. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളുണ്ടായി. പൊതുപരിപാടിക്ക് വേണ്ടി സ്വന്തം കയ്യിൽ നിന്ന് കാശിറക്കേണ്ടി വന്നിട്ടുണ്ടോ? പലപ്പോഴും കുട്ടിക്കാലത്ത് നമുക്കൊക്കെ യാത്ര ചെയ്യാൻ നമ്മുടെ കയ്യിൽ നമ്മൾ പഠിക്കുന്ന സമയത്തുള്ള പോക്കറ്റ് മണി ആയിരിക്കും കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ സമയങ്ങളിൽ ഉണ്ടാവുക. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായി മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ കൈകളിലുള്ള നമ്മുടെ ഭക്ഷണം കഴിക്കാൻ, നമ്മുടെ യാത്രകളിൽ നമ്മുടെ ബസ് ഫെയർ അങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ തന്നെ അതിനകത്ത് കണ്ടിട്ടുണ്ട്. ഒരു വനിതാ മുഖ്യമന്ത്രിയെ കേരളത്തിന് ആഗ്രഹിച്ചിട്ടുണ്ടോ? 100%. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഒട്ടനവധി വനിതാ മുഖ്യമന്ത്രിമാരെ ഇന്ത്യ രാജ്യത്തിന് സംഭാവന ചെയ്തതാണ്. അപ്പം അത് കോൺഗ്രസിന്റെ തന്നെയായിരിക്കും അടുത്ത കാലങ്ങളിൽ വരാൻ പോകുന്ന കേരളത്തിന്റെ വനിതാ മുഖ്യമന്ത്രി എന്ന അഭിമാനത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. സോഷ്യൽ മീഡിയ സ്വന്തമായിട്ടാണ് ഉപയോഗിക്കുന്നത്, അതോ അഡ്മിൻ ആണോ ഉപയോഗിക്കുന്നത്? സോഷ്യൽ മീഡിയ വളരെ കൃത്യമായിട്ട് ഓഫീസിൽ നിന്നുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, നേരിട്ടും നോക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി കൂടിയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. ഏറ്റവും അവസാനം കണ്ട സിനിമ? ഈ അടുത്ത സമയങ്ങളിലൊന്നും സിനിമ കാണാനുള്ള ഒരു സമയം, കാരണം ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ
കഴിയാതെ പോയി. കാരണം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ ആയതുകൊണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആദ്യം കാണുന്ന സിനിമ ഏതാന്ന് ഞാൻ നിങ്ങളെ വിളിച്ചറിയിക്കാം. അത് ഇപ്പൊ തീരുമാനിച്ചിട്ടുണ്ടോ? ഇല്ല, അപ്പോൾ ആ സമയങ്ങളിൽ ഏതാണ് സിനിമ അപ്പോൾ റിലീസാവുന്നത്? എല്ലാ സിനിമകളും മനോഹരമായിട്ടുള്ള സിനിമകളാണ്. ഒത്തിരി ആളുകളുടെ ജോലിയും ജീവിതവും ഒക്കെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയാണ്. അപ്പം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞാൽ ഏതാണോ റിലീസ് ചെയ്യുന്നത് ആ പടത്തിനോടൊപ്പം കാണാൻ കഴിയും. പാട്ടും പാടി ജയിച്ച രമ്യ ഹരിദാസ് അല്ലേ പറയാറ്? അപ്പോ റിപ്പോർട്ടർ ചാനലിന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് എല്ലാരും ആവശ്യപ്പെടും. പല നിറങ്ങൾ പല മണങ്ങൾ നിറഞ്ഞ പൂങ്കാവ്, ഇന്ത്യ അനവധിയാം മതങ്ങൾ പൂക്കും അരുമ പൂങ്കാവ്, ഇന്ത്യ അരുമ പൂങ്കാവ്. പല നിറങ്ങൾ പല മണങ്ങൾ നിറഞ്ഞ പൂങ്കാവ്, ഇന്ത്യ അനവധിയാം മതങ്ങൾ പൂക്കും അരുമ പൂങ്കാവ്, ഇന്ത്യ അരുമ പൂങ്കാവ്. ഒരു മരത്തിൽ പല കിളികൾ ചിലച്ചിടും പോലെ ജനം ഇവിടെ വിവിധ ഭാഷകളിൽ മൊഴിഞ്ഞു വാഴുന്നു, ജനം മൊഴിഞ്ഞു വാഴുന്നു. ആ സുന്ദരമായിരിക്കുന്ന ഇന്ത്യ നിലനിർത്തുന്നതിന് കൂടി വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. പല നിറങ്ങളിൽ പല മണങ്ങളിൽ പല വ്യത്യാസമായിരിക്കുന്ന ആശയങ്ങളിൽ വ്യത്യസ്തമായിരിക്കുന്ന ആചാരങ്ങളിൽ അനുഷ്ഠാനങ്ങളിൽ മുറുകെ പിടിക്കുന്ന ഇന്ത്യയെ നിലനിർത്തുക, ആ നഷ്ടപ്പെട്ടു പോയ അത് തിരികെ വീണ്ടെടുക്കുക എന്നുള്ള ദൗത്യം. താങ്ക് യു റാപ്പിഡ് ഫയറിൽ ചേർന്നത്. റാപ്പിഡ് ഫയറിൽ ചേരുന്നത് ആലത്തൂരിലെ LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണനാണ്. ആലത്തൂരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ എന്ത് പറയും? ആലത്തൂർ കാർഷിക ഭൂമിയാണ്. ഇവിടെ കല, കായിക അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലെയും സംഗമ ഭൂമിയാണ്. പ്രത്യേകിച്ചും വാദ്യകലയുടെ ഒരു പ്രത്യേക കേന്ദ്രമാണ് ആലത്തൂർ മണ്ഡലം എന്ന് പറയുമ്പോൾ. ആലത്തൂർ മാത്രമല്ല, കേരള കലാമണ്ഡലം ഉൾപ്പെടെ ഫോക്ലോറിൻ്റെ ഒരു കേന്ദ്രമാണ്. രാഷ്ട്രീയത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ തിരഞ്ഞെടുക്കുന്ന മറ്റൊരു മേഖല ഏതായിരിക്കും? അത് പറയാൻ പറ്റില്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഒരു മേഖല മാത്രമായിട്ട് അങ്ങനെയുള്ള ചിന്തയില്ലായിരുന്നു. രാഷ്ട്രീയത്തിലേക്കെന്ന് വെച്ചാൽ ഓർമ്മ വെച്ച ആളുകൾ രാഷ്ട്രീയത്തിൽ വന്നു, പിന്നെ വേറെ മേഖലയെക്കുറിച്ച് ചിന്തയില്ല. പിന്നെ ആകെ ഒരു ചെറിയ ചിന്ത ഉണ്ടായിരുന്നത് ചെറുപ്പത്തിൽ ഞാൻ പിന്നെ NCC ബെസ്റ്റ് കേട്ടിട്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ പട്ടാളത്തിൽ ചേരുമായിരുന്നു, ചിലപ്പോൾ ചേരുമായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു വെടിവെപ്പ് കേസിൽ പ്രതിയായി 83-ൽ. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ചോദിക്കാം, എത്ര വട്ടം ജയിലിൽ കിടന്നിട്ടുണ്ടാവും? ജയിലിലൊക്കെ അതേ സമയം നോക്കിയിട്ടല്ല, 82-87 കാലഘട്ടത്തിലാണ് കൂടുതൽ. ലാത്തി ചാർജിലൊക്കെ അടി കിട്ടിയ അനുഭവം? ലാത്തി ചാർജിൽ അതൊക്കെ എത്രയോ കിട്ടി. VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ, ഇതിൽ മികച്ച മുഖ്യമന്ത്രി ആരായിരുന്നു? രണ്ടുപേരും. രമേശ് ചെന്നിത്തല, VD സതീശൻ, ഇതിൽ ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു? മികച്ച എന്ന് പറയാൻ പറ്റില്ല, പ്രതിപക്ഷ നേതാക്കളായിരുന്നു അവർ. രാഷ്ട്രീയ ജീവിതത്തിൽ സ്വീകരിച്ച ഏതെങ്കിലും ഒരു നിലപാട് പിന്നീട് തിരുത്തണം എന്ന് തോന്നിയിട്ടുണ്ടോ? അത് അല്ല, അത് കമ്മ്യൂണിസ്റ്റുകാരുടെ രീതി അതാണ്. നമ്മൾ ചെയ്ത കാര്യങ്ങൾ, അതാണ് മഹാനായ ലെനിൻ പറഞ്ഞിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർ തെറ്റ് ചെയ്യാത്തവരല്ല, തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് തിരുത്തുന്നവരായിരിക്കണം കമ്മ്യൂണിസ്റ്റുകാർ എന്ന് ലെനിൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. തെറ്റ് ആവർത്തിക്കുന്നവരും അല്ല കമ്മ്യൂണിസ്റ്റുകാരെന്നും പറഞ്ഞിട്ടുണ്ട് ലെനിൻ. അതോടൊപ്പം തന്നെ തെറ്റ് ചെയ്താൽ അത് തിരുത്തുന്നവരും കമ്മ്യൂണിസ്റ്റുകാരാണ്. കോൺഗ്രസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യുവ നേതാവിനെ പറയാൻ പറഞ്ഞാൽ? അങ്ങനെ ഓരോരുത്തരും നമ്മൾ ഇഷ്ടപ്പെടാൻ പാടില്ല. ലീഗ് LDFിലേക്ക് വരുമെന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ ഇപ്പോൾ LDFിലേക്ക് പിന്നെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. LDFിൻ്റെ നയങ്ങൾ ശരിയാണെന്ന് അറിയുന്നവരെല്ലാം LDFിനോട് ചേരുന്നുണ്ട്. ഇത്തവണ തന്നെ പല ആളുകളും LDFിലേക്ക് വന്നല്ലോ. കോൺഗ്രസിൽ നിന്നും ലീഗിൽ നിന്നും മറ്റ് പാർട്ടികളിൽ നിന്നെല്ലാം LDF എടുക്കുന്ന നിലപാടുകൾക്ക് അനുകൂലമായിട്ട് ആളുകൾ വരുന്നുണ്ട്. സോഷ്യൽ മീഡിയ കാലം രാഷ്ട്രീയത്തിന് ഗുണമാണോ ചെയ്തിട്ടുള്ളത് അതോ ദോഷമാണോ? അത് രണ്ട് രീതിയിലാണ്. സോഷ്യൽ മീഡിയയിൽ മാത്രം പൊളിറ്റിക്സ് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് ഒരു സോഷ്യൽ മീഡിയ അങ്ങനെ പോകുള്ളൂ. റിയാലിറ്റി ആയിട്ട് പലപ്പോഴും അത് ബന്ധമുണ്ടാവില്ല. ഗ്രൗണ്ട് ലെവൽ റിയാലിറ്റി എന്താണെന്ന് അറിയാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്ന സ്ഥിതിയുണ്ടാവും. പാട്ട് പാടുന്നതാണോ അതോ രാഷ്ട്രീയം പറയുന്നതാണോ വോട്ട് കിട്ടാനുള്ള ഏറ്റവും മികച്ച വഴി? വോട്ട് കിട്ടാനുള്ള ആശയം പറയാൻ തന്നെയാണ്. ഞങ്ങളുടെ ആശയം കൃത്യമായിട്ട് പറയാം. നാഷണൽ പൊളിറ്റിക്സ് പറയാം, സ്റ്റേറ്റ് പൊളിറ്റിക്സ് പറയാം, പൊതുവായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറയാം. ഇതായിരിക്കണം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം. അല്ലെങ്കിൽ വേറെ നമുക്ക് പറയാം. തെരഞ്ഞെടുപ്പിൽ നമുക്ക് ദേശീയ ലെവലിലുള്ള തെരഞ്ഞെടുപ്പാണല്ലോ. അപ്പം നാഷണൽ ലെവലിൽ ഇന്ന് നമ്മുടെ സിറ്റുവേഷൻ എന്താണെന്ന് പറയുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ കേരളത്തിലെ ബദൽ ഗവൺമെൻറ് ആണല്ലോ കേരളത്തിലെ എല്ലാ അർത്ഥത്തിലും. അത് കൃത്യമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് മറുപടികൾ. താങ്ക് യു. റാപ്പിഡ് ഫയറിൽ നല്ല ഉത്തരങ്ങൾ. രാഷ്ട്രീയ മുഖങ്ങൾ, പ്രമുഖരായ നേതാക്കൾ,
ഈ നേതാക്കളെ അടിത്തട്ടിലെ ജനങ്ങൾക്ക് എത്രത്തോളം അറിയാം? ഇവരാരാണെന്ന് ആരാദ്യം പറയും? ആലത്തൂർ ബസ് സ്റ്റാൻഡിലാണ് എത്തിയിട്ടുള്ളത്. CPIM നേതാവും വിദ്യാഭ്യാസ മന്ത്രിയുമായ വി ശിവൻകുട്ടിയെ ഇവിടെ ആർക്കൊക്കെ അറിയാം, ആരാദ്യം പറയും? നോക്കാം. ഇതാരാ? ശിവൻകുട്ടി. ഇത് ശിവൻകുട്ടി നമ്മുടെ മിനിസ്റ്റർ അല്ലേ? എന്താ ഞങ്ങൾ എങ്ങനെ പറയൂ, റിപ്പോർട്ടറാണ്, നിങ്ങൾ പറയും. വാസവനല്ലേ? ഇത് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ചട്ടമ്പി നാടകമല്ലേ? ശിവൻകുട്ടി. ഇതാരാന്നറിയോ? മന്ത്രി പേര് മറന്നു, വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഇതാരാന്നറിയോ? വിറ്റാണ് ആള്, ഭയങ്കര വിറ്റാണ്. എനിക്ക് അത്ര അങ്ങോട്ട് ഒരു ഇല്ല. ആരാണ് പറയും? പറ, എനിക്കറിയില്ല. നീ എന്തിനാ ഇങ്ങനെ എന്നെ കണ്ടിട്ടുണ്ട്. ഏതാണ് സ്ഥാനാർത്ഥിയാണ്? എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ ഇത്? പറയും. ഇത് ശിവൻകുട്ടി, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി. ആ, ചേച്ചി ഇതാ? അറിയാം. പിന്നെന്താണ്, അറിയാം. മനസ്സൊക്കെ കിടന്ന് കളിക്കണം. നിങ്ങൾ ഓഫ് ചെയ്യുന്നിട്ട് ഞാൻ ആലോചിച്ചിട്ട് പറയാം. ഇതാരാന്നറിയോ? കണ്ടിട്ടുണ്ട്, പേരല്ല. ചേട്ടാ ഇതാരാന്നറിയോ? പേര് പറഞ്ഞാലേ അറിയുള്ളൂ. എന്താ പേര്? പി ധർമ്മേന്ദ്ര. നല്ല പേര്. അതിലെ പേര് എനിക്ക് ഓർമ്മയില്ല. എന്താ പേര് നിങ്ങൾ പറഞ്ഞോളൂ. അറിയില്ല. എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അല്ലേ? ശിവൻകുട്ടി. അറിയില്ല. ശിവൻകുട്ടി അല്ലേ വിദ്യാഭ്യാസ മന്ത്രി? എന്റെ പൊന്നു വായി എന്നെ കുഴപ്പിക്കരുത്. ശിവൻകുട്ടി. അറിയാണ്ട് ചോദിക്കണം. എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. പറയും. എവിടെ കണ്ടിട്ടോ? കുറേ സിനിമ കണ്ടിട്ട് എനിക്ക് ആളെ കറ തിരിച്ചറിയില്ല. അതുകൊണ്ട് സിനിമയെ കണ്ടിട്ടുണ്ട്. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഇല്ല. ഈ ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി അല്ലേ? നമ്മുടെ MLA സോറി എന്താണ് ശിവൻകുട്ടി സാർ വിദ്യാഭ്യാസ മന്ത്രി. അറിയില്ല. കടകംപള്ളി സുരേന്ദ്രൻ. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി. ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി. പേരറിയില്ല. എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പേര് ഞാൻ മറന്നു. അതിനത് ചിരിക്കണത്. ശിവൻകുട്ടി ഇടത്തോട്ട് ചെയ്തോ, മറ്റേ മരത്തോട്ട് ചെയ്തോ. പണ്ഡിതനാണെന്ന് തോന്നുന്നു. ജയരാമല്ലേ? അല്ല, രാധാകൃഷ്ണൻ. എനിക്ക് നന്മക്ക് ഗൊത്തില്ല. രാഷ്ട്രീയമല്ലേ? പേര് രാധാകൃഷ്ണൻ. മന്ത്രി ശിവൻകുട്ടി. ചേട്ടാ ഇതാരാ? മുൻ മന്ത്രി വാസവൻ. ഓർമ്മയില്ലാഞ്ഞിട്ടല്ല, എന്റെ സമയം ശരിയല്ലാത്തോണ്ടാ. ഇതാരാന്നറിയോ? അയ്യോ പേരറിയില്ല. പുള്ളിയുടെ പെർഫോമൻസിന് നാഷണൽ അവാർഡ് കൊടുത്തില്ലെങ്കിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ്. നമുക്ക് രാഷ്ട്രീയത്തിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല. എനിക്ക് അപ്പോഴേ തോന്നി. ശിവൻകുട്ടി. ഹായ്, ഇതാരാന്നറിയോ? കൃഷ്ണൻകുട്ടി. ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. കൃഷ്ണൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി. സുസുമ്യ. നല്ല പേര്. കൃഷ്ണൻകുട്ടിയാണ്. ഇത്തിരി തിരക്കിലാണ്. വെറുതെ ചിരിപ്പിക്കരുത്. സമയവും ഇല്ല, അതുകൊണ്ടാണ്. ഒരു മിനിറ്റ് ഞാൻ പോണേ. എന്താണ് കൃഷ്ണൻ കുട്ടിയല്ലേ? ഇതാരാണെന്ന് ചോദിച്ചിട്ട് പറഞ്ഞാൽ എന്താണ്? ശിവൻകുട്ടിയാ. മേഖല എന്താണ്? വിദ്യാഭ്യാസ മേഖല. അറിയില്ല, സത്യമായിട്ട് എന്നെ ഒറ്റയ്ക്ക്. ഞാൻ പോകുന്നു. ബൈ ബൈ. ഇതാരാന്നറിയോ? സതീശൻ. VD സതീശൻ. ഇങ്ങോട്ട് പേരെന്തായിരുന്നു? ഇങ്ങോട്ട് വാ. പേര് ഞാൻ മറന്നുപോയി. VD സതീശൻ. അയ്യോ, LDF സ്ഥാനാർത്ഥിയല്ലേ? ശിവൻകുട്ടി. അറിഞ്ഞൂടാ, എനിക്ക് അറിഞ്ഞൂടാ. ലീഗ് നേതാവ് KM ഷാജിയെ ആലത്തൂർ ടൗണിൽ ആർക്കൊക്കെ അറിയാം, ആരാദ്യം പറയും? നോക്കാം. ചേട്ടാ ഇതാരാന്നറിയോ? ഓർമ്മയില്ല. ആളെ കണ്ടിട്ടുണ്ട്. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. KM ഷാജി. ചേച്ചി ഇതാരാന്നറിയോ? ആരാണ്? അയ്യോ, എന്നെ എടുക്കല്ലേ. നിങ്ങൾ എന്റെ വീഡിയോ എടുക്കാണോ? ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ? കണ്ടൊരു പരിചയമുണ്ട്. കണ്ട് പരിചയമില്ല. കണ്ട് പരിചയമില്ല. പാഠപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് മാത്രം പഠിച്ചാൽ പോരാ, പൊതുവിജ്ഞാനം വേണം. ഇത് ഷാജി. ഇതാരാന്നറിയോ? കണ്ട് പരിചയമില്ല പറഞ്ഞാ നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. അറിയില്ല. അറിയില്ല മാഡം, സോറി. അറിയില്ല.
അറിയില്ല KM ഷാജി സോറി. കണ്ടിട്ടില്ല. ഒരു ആക്ടറാണ്, ഒരു ഫിലിം ആക്ടറുമായി തോന്നുന്നു അല്ലേ? KM ഷാജി. ഇതിന്റെ പേരാ? എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. KM ഷാജി അല്ലേ? ഷാജി അറിയാം, പേര് നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ സംസോ. എനിക്ക് അത്ര പരിചയമില്ല. ഇതാരാന്നറിയോ? ഏതോ ഷാജി എന്തോ ആണോ അല്ലേ? KM ഷാജി. ചേച്ചി ഇതാരാന്നറിയോ? കണ്ടോ, ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം തന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിരിക്കുന്നുണ്ട്. അയാളൊക്കെ അറിയാം. ഇലക്ഷന് നിൽക്കണ ആളല്ലേ? സംശയമുണ്ടോ? അതറിയാം. ഇയാൾ കറക്റ്റ് ആയിരിക്കും. ഇയാളെ പോലെ ഒരാളെയാണ് നമുക്കവിടെ ആവശ്യം. ഷാജി മുസ്ലിം ലീഗ്. റോൾ ക്യാമറ ഇലക്ഷൻ.